ഏതായാലും ഒരു കാര്യം ഉറപ്പ്, CPIM എന്താണ് പറഞ്ഞത് അത് ശരിയായി വരുന്നു എന്നർത്ഥം. X7 എന്ന വ്യായാമ കൂട്ടായ്മ മലബാറിൽ അടുത്ത കാലത്ത് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു കൂട്ടായ്മയാണ്. ഏതാനും പേർ ചേർന്ന് ആരംഭിച്ച ഒരു കൂട്ടായ്മ. അത് പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്നു. 1000-ഓളം യൂണിറ്റുകൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. ആദ്യം എല്ലാവരും ഇത്തരമൊരു കൂട്ടായ്മയോട് സഹകരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതിന് പിറകിൽ വലിയ കളിയുണ്ട്, വലിയ ആളുകളുണ്ട് എന്ന്. അതാരാണ് എന്ന ചോദ്യം, അതിനുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം പറഞ്ഞു, X7 എന്ന കൂട്ടായ്മയുടെ പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. അവരാണ് ഈ സംഘടനയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് അപകടകരമാണ്. ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചു CPIM. അതിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ തന്നെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് കാന്തപുരം സുന്നിയും അതോടൊപ്പം തന്നെ സമസ്തയിലെ ചില നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയാണോ പോപ്പുലർ ഫ്രണ്ടാണോ പിന്നിൽ? കഴിഞ്ഞ ദിവസം വരെ ആരും പ്രതികരിച്ച് രംഗത്ത് വന്നില്ല, പ്രത്യേകിച്ച് ഈ സംഘടനയിൽ പെട്ടവർ. പക്ഷേ സുന്നി സംഘടനകൾ ഇതിന് പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. CPIM പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, കൂടെ പോപ്പുലർ ഫ്രണ്ടുമുണ്ട് എന്ന്. ഏതാനും നാളുകൾ കൊണ്ട് ഇത്തരമൊരു സംഘടന വളർന്ന് വലുതാകുക. എന്താണ് ഈ സംഘടനയുടെ ഉദ്ദേശം? കേവലം ഒരു വ്യായാമം മാത്രമാണോ? ഒരു വ്യായാമ കൂട്ടായ്മ മാത്രമാണോ? അല്ല എന്നതിന് നിരവധി തെളിവുകൾ പുറത്തു വന്നു. CPIM ആ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയെയാണ് CPIM വിമർശന മുനയിൽ നിർത്തിയത്. ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗത്തിന്റെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുഗൈബ് സിറ്റി അദ്ദേഹം നേരിട്ടിറങ്ങി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കൂട്ടായ്മയെ ന്യായീകരിച്ചിരിക്കുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മതി ആരാണ് ഇതിന് പിറകിൽ എന്ന് മനസ്സിലാകും. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം സമുദായത്തിലുള്ളവർ സംഘടിച്ചാൽ, അവർ സാമൂഹ്യ പ്രവർത്തനം നടത്തിയാൽ, അവർ സമരം ചെയ്താൽ, അവർ വിദ്യാഭ്യാസം നേടിയാൽ, സമ്പാദിച്ചാൽ, അവർക്ക് കൂടുതൽ മക്കളുണ്ടായാൽ, സംശയത്തോടെയും ഭീതിയോടെയും മാത്രം കാണുന്നൊരു അധികാര ഘടനയും സാമൂഹ്യ ക്രമവും പൊതുബോധവും നിലനിൽക്കുന്നിടത്ത് X7 കൂട്ടായ്മകൾ ഹിന്ദുത്വ ഭരണകൂട ഏജൻസികളുടെ നിരീക്ഷണത്തിലാവുകയെന്നത് സ്വാഭാവികമാണ്. അതെന്തിനാണ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്? മുസ്ലിം കൂട്ടായ്മയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് മുസ്ലിം സമുദായത്തിലുള്ളവർ സംഘടിച്ചാൽ, അവർ സാമൂഹ്യ പ്രവർത്തനം നടത്തിയാൽ ഇത് തുടങ്ങി അവസാനം പറയുന്നു X7 കൂട്ടായ്മകൾ ഹിന്ദുത്വ ഭരണകൂട ഏജൻസികളുടെ നിരീക്ഷണത്തിലാവുകയെന്നത് സ്വാഭാവികമാണ് എന്നും. അങ്ങനെ നിരീക്ഷണത്തിലായിരുന്നോ? ഇതുവരെ നിരീക്ഷണത്തിലായിരുന്നില്ല, പിറകിലായിരുന്നു കളിച്ച് ജമാഅത്തെ ഇസ്ലാമി. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, എന്നാൽ പ്രത്യേകിച്ചൊരു സമുദായവുമായോ സംഘടനയുമായോ ഔദ്യോഗിക ബന്ധമില്ലാത്ത വിവിധ മതസമൂഹങ്ങളിലും സംഘടനകളിലുള്ളവരും സംഘടനയിൽ ഇല്ലാത്തവരുമൊക്കെ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്നതിൽ CPIM നേതാക്കൾക്കും ചില മീഡിയകൾക്കും വലിയ റോളുണ്ട്. ഇസ്ലാമോഫോബിയ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സംഘപരിവാറിനേക്കാൾ ആവേശവും താല്പര്യവും ഇക്കൂട്ടർക്കാണ്. അതോടൊപ്പം ചില മുസ്ലിം മതസംഘടനയുടെ ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നതും നിഷേധിക്കാനാവില്ല. മുസ്ലിങ്ങളെ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ അന്വേഷണ ഏജൻസികൾക്ക് ഒറ്റുകൊടുക്കുന്ന പണിയായി ഇത് മാറുമോ എന്നൊക്കെ ചിന്തിച്ച് ഇവർക്ക് അതിലൊരു മനപ്രയാസമുണ്ടാകുവാനും സാധ്യതയില്ല. അത് അവരിൽ ചിലർ പേറുന്ന മനോഘടനയുടെ കൂടി പ്രശ്നമാണ്. മുസ്ലിങ്ങളെക്കുറിച്ച് ഭീതി ആവോളമുള്ള സമൂഹത്തിൽ ആ ഭീതി വളർത്താനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് തങ്ങളുടെ പ്രചരണങ്ങൾ എന്ന് ചിന്തിക്കാനുള്ള വകതിരിവുണ്ടാകാൻ തൽക്കാലം പ്രാർത്ഥിക്കാം. മുസ്ലിം സമുദായത്തെ ഭീകരവൽക്കരിക്കുകയും അവരുടെ ഇടപെടലുകളെ പൈശാചികവൽക്കരിക്കുകയും ചെയ്യുന്നവർക്കെതിരെയും അതിന് സഹായകരമാകുന്ന രീതിയിൽ അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തുന്നവരെയും തിരിച്ചറിഞ്ഞ് ശക്തമായ പ്രതികരണങ്ങളും ഇടപെടലുകളും ഉണ്ടാവേണ്ടതുണ്ട്. പറയുന്നത് സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ്. എന്താണ് സോളിഡാരിറ്റി? ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയാണ്. X7 എന്ന കൂട്ടായ്മയ്ക്കെതിരെ വിമർശനം ഉയർന്നു വരുന്നു. അങ്ങനെ വിമർശനം ഉയർന്നു വരുമ്പോൾ അതിൽ പങ്കില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ മതി, ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. പക്ഷേ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അതിനെ ഇസ്ലാമോഫോബിയയുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്തിനാണ് സംസാരിക്കുന്നത്? അവസാനം പറയുന്നത് നോക്കണം, മുസ്ലിം സമുദായത്തെ ഭീകരവൽക്കരിക്കുകയും അവരുടെ ഇടപെടലുകളെ പൈശാചികവൽക്കരിക്കുകയും. അപ്പോൾ ഈ X7 കൂട്ടായ്മയിൽ മുസ്ലിം സംഘടനകളുടെ ഇടപെടലുണ്ട് എന്നല്ലേ പറഞ്ഞു വെക്കുന്നത് CT സുഹൈബ്?
മുസ്ലിം സമുദായത്തെ ഭീകരവൽക്കരിക്കുകയും അവരുടെ ഇടപെടലുകളെ പൈശാചികവൽക്കരിക്കുകയും ചെയ്യുന്നവർക്ക് എതിരെയും അതിന് സഹായകരമാകുന്ന രീതിയിൽ അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തുന്നവരെയും ആരൊക്കെയാണ്? CPIM, പിന്നെ സുന്നി സംഘടനകൾ. അതിൽ AP സുന്നിയുമുണ്ട്, EK സുന്നിയുമുണ്ട്, സമസ്തയുമുണ്ട്, കാന്തപുരവുമുണ്ട്. അവരുടെ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞ്, അവർ നടത്തുന്ന ഇടപെടലുകളെ തിരിച്ചറിഞ്ഞ് ശക്തമായ പ്രതികരണങ്ങളും ഇടപെടലുകളും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് സിറ്റി സുഹൈബ്. അപ്പോൾ ആരാണ് MEC7 പിന്നിൽ എന്ന് ഇതോടെ വ്യക്തമായിട്ടുണ്ട്. ആരാണ് MEC7 കൂട്ടായ്മ സംഘടിപ്പിച്ചത് എന്ന് ഇതോടെ മനസ്സിലായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇതിൻ്റെ ഭാഗമാണ്, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ ന്യായീകരിച്ച് രംഗത്ത് വരേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോ എന്നേ അറിയാനുള്ളൂ. പോപ്പുലർ ഫ്രണ്ട് അതിൻ്റെ സംഘടനാ ശൈലി ഇപ്പോൾ പല രൂപത്തിലാണ്. അതുകൊണ്ട് ആരും ന്യായീകരിച്ച് രംഗത്ത് വരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും നാളെയോ അടുത്ത ദിവസങ്ങളിലോ പ്രതികരണവുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അത് CPIMന് എതിരായിരിക്കും എന്ന കാര്യം സംശയമേ വേണ്ട. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, CPIM എന്താണ് പറഞ്ഞത് അത് ശരിയായി വരുന്നു എന്നർത്ഥം. CPIM ഒരു ആരോപണം എന്ന നിലയിലാണ് ഇത് ഉന്നയിച്ചത്. വെറും ആരോപണമായിരുന്നില്ല, തെളിവുകൾ സഹിതമാണ് CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. അതിപ്പോൾ ശരിയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെ സമ്മതിക്കുന്നു. വെറും ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ല, പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്ത് വന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ MEC7 ന്യായീകരിക്കുന്നു. അതിനെതിരെയുള്ള പ്രചാരണങ്ങൾ ഇസ്ലാമോഫോബിയ വളർത്താനാണ്, മുസ്ലിം സംഘടനകളുടെ ഇടപെടലിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, മുസ്ലിം സംഘടനകളുടെ ചില ഇടപെടലുകളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ. അതെന്തുമാകട്ടെ, ഒരു കാര്യം ഉറപ്പിച്ചു ഇതോടുകൂടി, നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പിറകിൽ MEC7 പിറകിൽ മറ്റാരുമല്ല, അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇനി ആരൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.